ഹായ്, ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രം ഗുഡ് ഡിസൈൻ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ്, ജയ്പൂരിലാണുള്ളത്. പർച്ചേസായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പർച്ചേസിങ് വീഡിയോ ഒരു ബ്ലോഗായിട്ടൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ പർച്ചേസിൻ്റെ കാര്യം അറിയാമല്ലോ, പെട്ടെന്ന് ഹറിബറായിട്ടുള്ള പർച്ചേസ് ആവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് സീക്രറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാതും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ഇന്ന് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് രാജസ്ഥാനിലെത്തിയത്. ഇന്നലെ സൂറത്തിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറേ കാലമായിട്ട് എനിക്കൊരു ആഗ്രഹമുള്ളത് കുറച്ചിങ്ങനെ ഒരു നല്ല ഒരു പാലസാണിത്. ആക്ച്വലി മുന്നേ ഉണ്ടായിരുന്നു, കുറേ മുന്നത്തെ ഒരു അത്യാവശ്യം വർഷം പഴക്കമുള്ളതല്ലേ. അപ്പോൾ അതിൽ ഞാനൊരു റൂം എന്നല്ല 2 ദിവസത്തിന് വേണ്ടിയിട്ട് സ്റ്റേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വന്ന് കയറിയിട്ട് റൂമൊന്ന് എടുത്ത്, പിന്നെ അതുപോലെ തന്നെ ഫ്രഷായിട്ടൊന്നും ഇല്ല കേട്ടോ, എന്നിട്ടുള്ള ആ ഒരു അലമ്പ് കോലത്തിലാണ്. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് നല്ല ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സൂറത്തിൽ നിന്ന്. എനിക്ക് പേഴ്സണൽ യൂസിനൊക്കെ വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസൊക്കെ എല്ലാവരും ഹോൾ വീഡിയോ ഒക്കെ പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ ഞാൻ ഹോൾ വീഡിയോ ഇട്ടൊന്നും ഞാൻ അധികം ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ എൻട്രൻസ് പോർഷനാണ് കാണുന്നത്. അപ്പോൾ എൻട്രൻസിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സംഭവം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ പണ്ടത്തെ. പ്രത്യേകിച്ചിട്ട് എനിക്ക് പർച്ചേസിന് പോകുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സ്ഥലം എന്നുള്ളത് ജയ്പൂരാണ്. ഒരുപാട് കാണാനുണ്ട്. എത്ര വന്നു കഴിഞ്ഞാലും ഒരു മടുക്കാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊന്നും പോകുമ്പോൾ എനിക്ക് ഇത്ര ഒരു ആവേശം ഉണ്ടാവാറില്ല. എന്ത് കാര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ വരിക, അങ്ങനെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ രാജസ്ഥാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണേണ്ട സ്ഥലം. ഇപ്പോൾ ജയ്പൂർ മാത്രമേ ഞാൻ കവർ ചെയ്യാറുള്ളൂ കേട്ടോ, കാരണം ജയ്പൂരിലാണ് പർച്ചേസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവിടെ മാത്രമേ കവർ ചെയ്യാറുള്ളൂ. അപ്പോൾ അത്യാവശ്യം കാണാനുള്ളതുണ്ട്. പിന്നെ എന്ത് രസമാണ് കാണാനെന്ന് അറിയോ, ബിൽഡിങ്ങുകൾ കാണാനും. പിന്നെ മൊത്തത്തിൽ ഹെറിറ്റേജിന്റെ ഭാഗമാണ് ഡിഗ്ഗി എന്നുള്ളൊരു പാലസ് ആട്ടത്. അപ്പോൾ പഴയ ഒരു ചിലപ്പോൾ ഡിഗ്ഗി എന്നാവില്ല പാലസിൻ്റെ പേരുണ്ടായിട്ടുണ്ടാവുക, മുന്നേ വേറെ പേരായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഡിഗ്ഗി പാലസ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ പഴയ ലോകത്തേക്ക് നമ്മൾ ഏതോ ഒരു പണ്ടത്തെ ഒരു ഇതിലേക്ക് പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഞാൻ റൂമിലേക്ക് ജസ്റ്റ് കയറി നമ്മുടെ ബാഗിൻ്റെ കട വെച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ അടിച്ച് കുറേ കസ്റ്റമേഴ്സ് വ്ളോഗായിട്ടോ നമ്മുടെ മറ്റെന്താ പറയുക ഹോൾ വീഡിയോ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്ളോഗായിട്ടൊക്കെ പറയാറുണ്ട്. കുറച്ച് സ്ലോപ്പല്ലേ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ വ്ളോഗിങ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എടുത്തുള്ള പല ടൈപ്പ് റൂമുകളുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയൊക്കെ മക്കളായിട്ട് ശരിക്കും വരണം കേട്ടോ ഇവിടെ. മക്കളായിട്ട് വന്നാലാണ് കൂടുതൽ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഈ ഒരു സാധനമൊക്കെ ഊഞ്ഞാലിതൊക്കെ അവർക്കല്ലേ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു പ്രത്യേക സ്ഥലം. ഇത്ര ഒരു ആവേശം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ വോയിസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടാവും ആവേശം. അപ്പോൾ ഞാൻ ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള സൂറത്തിൽ നിന്ന് കുറച്ച് ഐറ്റംസുകൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫങ്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിവിടെ രാജസ്ഥാനിൽ കുറച്ച് നമ്മുടെ വളകളും മാലകളുടെയൊക്കെ ഒരു മായാ ലോകമുണ്ട്. ആ ലോകം എന്തോന്ന് കവർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ വെച്ചിട്ട് വേറൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ 2 ഹോൾ വീഡിയോ ഉണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെയാണ്. അതിന് ഞങ്ങളുടെ റൂം കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഡിഗ്ഗി പാലസിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടെ നല്ല ഡിഗ്ഗി ഹവേലിയിലാണ് 603 ആണ് നമ്മുടെ റൂം. ഇവിടെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ല കൂളായിട്ടുള്ളൊരു പ്ലേസ്. കാരണം താഴേക്കാണ്. പിന്നെ പോകുന്തോറും റൂമുകൾ മേലേക്ക് കയറുന്തോറും റേറ്റും കൂടുന്നുണ്ട്, മേലേക്ക് കയറുന്തോറും ചൂടും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചാൽ താഴെ തണുപ്പല്ല, അതാ സുഖം. റേറ്റ് വൈസ് കുറവാണ്. അപ്പോൾ താഴെ എടുത്തിട്ടുള്ളത് ആക്ച്വലി ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ശരിക്കും പരസ്യം നോക്കി നോക്കി എൻ്റെ ഫ്രണ്ട് കാട്ടുന്നില്ല. ശരിക്കും പണ്ടത്തെ ലോകം ഇവിടെ ഇതിലുള്ള ശരിക്കും പണ്ടത്തെ ഒരു ലോകത്തെത്തിയ ഒരു ഫീൽ വരുന്നത്. ശരിക്കും ഞാൻ താജ്മഹൽ കാണാൻ പോയ സമയത്ത് നമുക്ക് ഈ ഒരു ഫീൽ ആയിരുന്നു. പിന്നെ അതുപോലെ ഹവാമഹൽ. അപ്പോൾ അതൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു എക്സാക്റ്റ് ഫീൽ ഇവിടെ അവർ കിട്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, ഇതൊക്കെ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇത് വേറൊരു പോർഷനാണ്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മുടെ റൂം വരുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. ഇവിടെയാണ് റൂം വരുന്നത്. എനിക്ക് റൂം പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പഴയൊരു ലെവലിൽ വരുന്ന റൂം. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. പിന്നെ ബാത്റൂമും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അതന്നെ ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലീന് കുറവായിരിക്കും, അതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു റൂം കേട്ടോ. ഇനി ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്തതും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക
ഫാൻസ് വളകളും മാലകളും എല്ലാവരോടും ചോദിക്കാറുണ്ട് പക്ഷേ നിൻ്റെ ഓരോ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ടുള്ള എങ്ങനെ നോക്കി കിട്ടുന്ന ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്തിട്ട് വളകൾ ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്തിട്ട് അങ്ങനെ എത്ര ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഇന്ന് തുടങ്ങിയ അസുഖമല്ലത് ഞാനൊരു +2 സൗണ്ട് എക്കോ വരും +2 ഇല്ല അതിൻ്റെ മുന്നിലുള്ള അസുഖമാണ് ഇതൊരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് മുതലുള്ള അസുഖമാണ് അങ്ങനെ ഈ വളകൾ ഇങ്ങനെ ഡ്രസ്സ് മാച്ച് ചെയ്തിട്ടുണ്ട് മാല അതിന് മാച്ച് ചെയ്തിട്ടുണ്ട് കമ്മൽ മാച്ച് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് പിന്നെ +1 +2 പറ്റിയപ്പോൾ അതിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഒരുപാട് കളക്ഷൻ ഉണ്ട് പക്ഷേ അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള കളക്ഷൻ ഉണ്ട് ഒക്കെ സിമ്പിളായിരിക്കും നമ്മുടെ നാടുകളിൽ തന്നെ വാങ്ങുന്നതായിരിക്കും കൂടുതൽ പിന്നെ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ മേടിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഇവിടുത്തെ ജയ്പൂരിൽ പർച്ചേസ് ചെയ്ത് ഗ്യാരണ്ടി കിട്ടാറുണ്ട് നല്ല കളക്ഷൻസ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷായിട്ട് ശേഷം ഹോൾ വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹോൾ വീഡിയോയുടെ ഒക്കെ മുന്നേ കാണിക്കാനൊരു എനർജി വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഉള്ളിലേക്ക് കുറച്ച് സാധനങ്ങൾ കയറുന്നുണ്ട് നല്ല വിശപ്പുണ്ട് ഇന്നലെ രാത്രി കഴിച്ചാണ് ഫുഡ് കേട്ടോ ആക്ച്വലി അപ്പോൾ പിന്നെ ട്രെയിനിലിരുന്നതപ്പോൾ ഒരു 12 മണിയാകുമ്പോഴാണ് എത്തിയത് അപ്പോൾ 2 മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുഡുണ്ട് ഫുഡ് ഒന്ന് കയറി വെക്കട്ടെ മെയിൻ്റനൻസ് വർക്ക് നടക്കും ഓരോ റൂമുകൾ എന്ത് രസമാണ് അറിയാം പക്ഷേ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ആ ഒരു ഭംഗി വരുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു കുളിർമയുണ്ട് കേട്ടോ കാഴ്ച കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എങ്ങനത്തെ ടൈപ്പ് ഫുഡാണോ ഏതാണെന്നൊന്നും അറിയില്ല പ്രത്യേകിച്ച് എനിക്ക് പുറത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഫുഡ് കണ്ട ആക്രാന്തത്തിൽ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റൂമിലേക്ക് പോവാണ് ഇനി നമുക്ക് ഹോൾ വീഡിയോയിലുള്ള ഐറ്റംസ് ഒക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആവാമെന്ന് കരുതി കേട്ടോ കാരണം കുറച്ച് ദിവസമായല്ലോ 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഫുള്ള് സൂറത്തിലും മുംബൈയിലൊക്കെ ആയിട്ട് ഫുള്ള് അലഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് ഇന്നിവിടെ എത്തി അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഹോൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുഡ് കഴിച്ചതിന് ശേഷം റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായപ്പോൾ നമ്മുടെ മൂഡൊക്കെ ചേഞ്ച് ആവുമല്ലോ അപ്പോൾ എനിക്ക് നല്ല പർച്ചേസിങ് മൂഡ് ഓണായിട്ടാണ് അപ്പോൾ ഞാൻ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബാംഗിൾസും ചെയിൻസും കിട്ടുന്ന ഏരിയ ഉണ്ട് ജയ്പൂർ അപ്പോൾ അവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ അവിടുത്തെ ഭംഗി ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തു പോയതാണ് അറിയാണ്ട് അപ്പോൾ നല്ലൊരു സ്ഥലം നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് അറിയുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട് വോയിസ് കേൾക്കുന്നുണ്ടാവില്ല പുറത്ത് പോയി വന്നതാണ് അപ്പോൾ ഇവിടെ എന്തോ തകൃതിയായിട്ട് നടക്കണുണ്ട് എന്താ ചെക്ക് ചെയ്യുന്നത് क्या है भैया क्या ये ग्रुप है मैंने उनका वेलकम डांस पार्टी अभी शादी का फंक्शन है
സൗണ്ടാണ് അവിടെ. ഈ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ അവരെ ഇതാക്കാനുള്ള അവർക്ക് ഇവിടുത്തെ സ്റ്റൈൽ വെച്ചാൽ ഭയങ്കര ട്രഡീഷണൽ ആണ്. ഇവിടെ രാജസ്ഥാനിൽ ഭയങ്കര രസമാണ് കാണാനായിട്ടും. അവരുടെ എന്താ പറയുക മൊത്തം നല്ല രസം ഡ്രസ്സിങ് ആയാലും മൊത്തം. അപ്പം അത് വെച്ചിട്ട് അവർ ഫോറിനേഴ്സ് വന്നപ്പോൾ അവർ റിസീവ് ചെയ്യുന്നതാട്ടോ അവിടെ കണ്ടത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഞാൻ ഹോൾ വീഡിയോ കാണിക്കാൻ വിചാരിച്ചിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ രാത്രി വളരെ അതിക്രമിച്ചത് കാരണം നാളെ വൈകിട്ടാണ് ഹോൾ വീഡിയോ പ്ലാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് പോയിട്ടുള്ളതൊക്കെ എടുക്കണം വിചാരിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ല. കുറേ കാര്യം നോക്കിയൊക്കെ കുറേ മാലയും വളയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നാളെ പോയിട്ട് പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നാളെ ഒരു ഹോൾ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം, ഡ്രസ്സും എല്ലാതും കൂടെ വെച്ചിട്ട് കേട്ടോ. ഈ രാത്രി എപ്പോഴും മോളിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെരുപ്പ് എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് തന്നെ മെട്രോ ബ്രാൻഡ് കണ്ടപ്പോൾ സാധാരണ നമ്മൾ അവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ അത്ര കളക്ഷൻസ് കിട്ടാറില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒക്കെ അടിപൊളി കളക്ഷൻസ് കാണാനുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഫോറിനേഴ്സിനെ ഇതാക്കി ഓൾറെഡി ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച്. ഇവിടെ വന്നപ്പോൾ ഈ അതുണ്ടായിരുന്നു, പിന്നെ പറയാം പാവക്കളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ പല ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതിൽ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ബുഫേ സ്റ്റൈലിൽ കുറച്ച് ചോറല്ല ബുഫേ സ്റ്റൈലിലുള്ള ഫുഡാണ്. അപ്പോൾ അതും ഈ പുറത്തുള്ള ഇരിപ്പും നമുക്ക് കൂടെ രസമുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരം ഏരിയ കാണിച്ച് രസം. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിരിക്കും നമ്മൾ പർച്ചേസൊക്കെ കഴിയുമ്പോൾ. അത്രയും ഇതിലായിരിക്കുമല്ലോ, കാരണം അധികം ടൈമും ഇല്ല. ഞങ്ങൾ പെട്ടെന്നാണ് ഒക്കെ ചെയ്യാറ്. ഇപ്പം സൂറത്തിലായിരുന്നു ഒരു ദിവസം, അതുപോലെ മുംബൈയിലും ഒരു ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ജയ്പൂർ വന്നപ്പോൾ ഒരു 3 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കാണാൻ ഒരുപാടുണ്ടാവും. അതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അതെന്താ ബീട്രൂട്ടോ? അപ്പം എനിക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ ഈവനിങ് ടൈമിൽ ഞാൻ ഹോൾ വീഡിയോ ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. നല്ല കളക്ഷൻസ് ഞാൻ പേഴ്സണൽ യൂസിന് എടുത്തതിൻ്റെ ഹോൾ വീഡിയോ വരുന്നുണ്ട്. സൺഡേ 10 മണിക്കായിരിക്കും കേട്ടോ വീഡിയോ ഉണ്ടായിരിക്കുക. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഇതിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനായിരുന്നു കേട്ടോ പ്ലാൻ ഉണ്ടായത്. പക്ഷെ നല്ല ഡിലേ. ഞാൻ ഓരോ ഡ്രസ്സ് ഇട്ട് വരുമ്പോഴും മൊത്തം ഇരുട്ടാവും. അപ്പോൾ അത് കാരണം ഞാനത് ആ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇനി അവിടെ വന്നിട്ട് റെഡിമെയ്ഡ്സൊക്കെ ഇട്ടിട്ട് ഷോർട്ട്സ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഇവിടുത്തെ കണ്ടപ്പോഴേ ഇവിടെ നിന്ന് ചെയ്യാൻ കരുതിയതായിരുന്നു. അപ്പോൾ ഞാനും ജാസ്റ്റിയും കൂടെ ഞങ്ങൾ വീണ്ടും ആ ഒരു വളയും ഇതൊക്കെ എടുത്തിരുന്നല്ലോ, നല്ലൊരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ വീണ്ടും ഒരു വള ചേഞ്ച് ചെയ്യാനുണ്ട്. ഒന്ന് അതിൻ്റെ ചെറിയ സൈസ് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു മാല നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 ഷെയ്ഡ്സും കൂടെ എടുക്കാമെന്ന് കരുതി. ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ ഭംഗി തോന്നിയിട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഏതായാലും ഇപ്പോൾ നാളെ 6 മണിക്കാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ അതും കൂടെ ചെയ്യാം കരുതിയിട്ടാണ്. പിന്നെ ഷോർട്സ് എടുക്കുന്നത് നടന്നില്ല, ഹോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി എന്തെങ്കിലും പോകുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണുമെങ്കിൽ ഞാൻ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടേജ് നല്ല രസമുണ്ട് കേട്ടോ, വ്യൂ കാണാൻ. ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ കാണിക്കാം. ഇതായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഡിഗ്ഗി പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങടെ സൈഡിലേക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം വലുതാണ് ഫ്രണ്ട്, അതിൻ്റെ എൻട്രൻസ് ഏരിയയാണ് വരുന്നത്. അത് രസമില്ല, ചെറിയ ഡോറിങ്ങനെ കാണാൻ. ഡോറല്ല തോന്നുന്നല്ലേ, വിൻഡോ ആണത്. പക്ഷെ അതിൻ്റെ ഷേപ്പും ആ ബൊഗെയിൻ വില്ലയും ഒക്കെ കൂടെ ഒരു പ്രത്യേക ഫീല് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് ജയ്പൂരിലേക്ക് പോവാം കേട്ടോ, പിങ്ക് സിറ്റി. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കി വീഡിയോസ് എടുക്കാതെ. ഇത്രയും ഏരിയ നിറയെ പല ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അത്യാവശ്യം നല്ല ഫാൻസി ഐറ്റംസുകളും കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് 2 സൈഡിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ബിൽഡിങ്ങൾ ഒരേ ഷെയ്ഡിലും നിൽക്കുന്നതാണ് പിങ്ക് സിറ്റി എന്ന് പറയുന്നത് ജയ്പൂർ. നല്ല വളകൾ നോക്കി ഫുൾ ഓക്സിഡൈസ്ഡ് സിൽവറിൻ്റെ സെക്ഷനാട്ടോ. ഞാൻ ഇവിടെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകാം കേട്ടോ. അത്യാവശ്യം പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും വളയും മാലയും ഒക്കെ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഷോപ്പുകളിൽ തന്നെയാണ് ഐറ്റംസുകളുള്ളത്. ഓക്കെ, ഇത് കാണുമ്പോൾ എങ്ങനെയല്ലേ, നല്ല രസമല്ലേ.
അപ്പോൾ ഞാൻ നമ്മുടെ പിങ്ക് സിറ്റിയൊക്കെ കറങ്ങി കുറച്ച് ഞാൻ പറഞ്ഞ കുറച്ച് വാണിമാലയൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് തിരിച്ച് വീണ്ടും നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ടിങ്കി പാലസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ അവിടുത്തെ ലാസ്റ്റ് നൈറ്റാണ് കേട്ടോ. നാളെ ഈവനിങ് ടൈമിലാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നാളെ പോയിട്ടുണ്ടെങ്കിൽ മറ്റന്നാളെ സൺഡേ മോർണിംഗിലെത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. ഒരു കോർഡിനേഷൻ ഉണ്ടാവും എന്നറിയില്ല. വലിയാസ്ക് റിസപ്ഷനിൽ പോയിട്ട് വെയിറ്റ് നോക്കുന്ന മെഷീൻ ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ളത്. നാളെ ഹോൾ വീഡിയോ വരും കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഹോൾ വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ദിവസമായിട്ട് വരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിലേക്കും ബൈ.